നമസ്കാരം. വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സ് മോഹൻ ബഗാൻ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് 3-0 തോറ്റിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ തുടക്കത്തിൽ ആദ്യം മുതൽ തന്നെ ഉഗ്രൻ ഫുട്ബോളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. പക്ഷേ കളിയൊക്കെ വിപരീതമായി കിട്ടിയ അവസരം മുതലാക്കിയ മോഹൻ ബഗാനാണ് വിജയിച്ച് കയറിയത്. ഇതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെമി സാധ്യത ഏറെക്കുറെ ഇല്ലാതായി. ഇനിയുള്ള മത്സരങ്ങൾ നല്ല രീതിയിൽ കളിക്കുക, പരമാവധി പോയിൻ്റ് നേടുക എന്നത് മാത്രമായിരിക്കും. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര നല്ല രീതിയിൽ തന്നെയാണ് തുടക്കം മുതൽ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നിർഭാഗ്യം കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോളാക്കാൻ സാധിച്ചില്ല. പോരാത്തത് അവരുടെ ഡിഫൻഡേഴ്സും നല്ല രീതിയിൽ, പ്രത്യേകിച്ചും സുഭാഷിഷ് ബോസൊക്കെ നല്ല രീതിയിൽ തന്നെ കുറേ സേവുകളും ഇൻ്റർസെപ്ഷനും നടത്തിയത് കൊണ്ടും മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോൾ ആകാതെ പോയത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി എന്തെല്ലാമാണ് തോൽവിക്ക് പ്രധാനമായും വന്ന കാരണങ്ങളെന്ന് നോക്കാം. പ്രത്യേകിച്ച് 3 കാരണങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവിക്ക് പ്രധാനമായി കാണുന്നത്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യ ഗോളിന് വഴിവെച്ച ലിസ്റ്റൻ്റെ പേസ് മനസ്സിലാക്കാതെ, ലിസ്റ്റനെ കൃത്യമായി മാർക്കും ചെയ്യപ്പെടാതെ അദ്ദേഹത്തെ ഫ്രീ ആയി വിട്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ആദ്യം വന്ന മിസ്റ്റേക്ക്. അദ്ദേഹത്തിനെ കയറി വന്ന് പാസ് മെക്ലറിന് കൊടുത്തു. മെക്ലറിനെ ഫ്രീ ആക്കി ക്ലോസ് ഡൗൺ ചെയ്യാനും ഡിഫൻഡേഴ്സ് ശ്രദ്ധിച്ചില്ല. അത് ആണ് ഒന്നാം ഗോൾ വൈകിയത്. പോരാത്ത സച്ചിൻ്റെ റേഞ്ചിൽ തന്നെയായിരുന്നു ബോൾ. സച്ചിൻ അതിനൊന്ന് ഡൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് കൈക്കലാക്കാൻ ശ്രമിച്ചാൽ മാത്രം തന്നെ അതിന് ഗോളാകാതെ നോക്കാമായിരുന്നു. ഈ 3 സ്ഥലത്തും വന്ന മിസ്റ്റേക്കാണ് ആദ്യ ഗോളിന് വഴിവെച്ചത്. ഈ കളിയിൽ തന്നെ സച്ചിൻ്റെ റിഫ്ലക്ഷനും ഗെയിം റീഡിങ്ങും വളരെ മോശമായിരുന്നു. അതും ഒരു പ്രത്യേക കാരണം തന്നെയാണ്. സച്ചിൻ്റെ പിഴവുകളിൽ നിന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒത്തിരി പോയിൻ്റ് നഷ്ടപ്പെട്ടതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. കൂടാതെ ക്ലോസ് ഡൗൺ ചെയ്യാൻ മറന്ന ഡിഫൻഡേഴ്സും അതിന് പ്രത്യേകം കാരണമായി തീർന്നു. രണ്ടാമത്തെ ഗോളും ഗോളി ഔട്ട് ഓഫ് പൊസിഷൻ ആയതുകൊണ്ട് മക്ലറിന് കൃത്യമായി ഗോളിയുടെ പൊസിഷൻ നോക്കി കൃത്യമായി ബോൾ തിരിച്ചുവിട്ട് ഗോളാക്കാനും സാധിച്ചു. അദ്ദേഹത്തെ അവിടെയും ക്ലോസ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ ഗോളും സെക്കൻഡ് ബോൾ പിടിച്ചെടുത്ത് ആൽബർട്ടോ 67-ാം മിനിറ്റിൽ മൂന്നാമത്തെ ഗോൾ നേടാനും പോകുമ്പോൾ ആ പരിസരത്തെങ്ങും ഡിഫൻഡേഴ്സ് ഇല്ല, അദ്ദേഹത്തെ ക്ലോസ് ചെയ്യാനും ഇല്ല. ഇതൊക്കെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തോൽവിക്ക് കാരണമായത്. പക്ഷേ മുന്നേറ്റ നിരക്ക് നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഗോൾ അടിക്കാതെ പോയതും അവരുടെ ഡിഫൻസിലെ മികച്ച ഡിഫൻസും ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോളാക്കാൻ സാധിക്കാതെ പോയ കാര്യങ്ങൾ.